ഹലോ! ബിരിയാണി കുഴിമന്തിക്കൊക്കെ ശേഷം ഒരു വെറൈറ്റി ഡിഷാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കപ്സയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. കപ്സ് വളരെ ഫ്ലേവർഫുൾ ആൻഡ് അരോമാറ്റിക് ആയിട്ടുള്ള അറേബ്യൻ ഡിഷാണ്. കൂടെ തന്നെ സൈഡായിട്ട് നമ്മൾ ഡക്കൂസും ഉണ്ടാക്കുന്നുണ്ട്. സോ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പാപ്രിക്കയാണ്. അതിനുശേഷം സിനമൺ സ്റ്റിക്സ്, ഏലക്ക, ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ആയാലും മതി. ഇവിടെ ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടി, സിനമൺ സ്റ്റിക്സ്, പിന്നെ നട്ട്മേഗ് പൗഡർ, അത് നമ്മുടെ ജാതിക്ക പൊടിയാണ്. ടോട്ടലി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ തക്കോലം, സ്റ്റാർ അനീസ്, പിന്നെ ജീരകപ്പൊടി, ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ ജിഞ്ചർ പൗഡറാണ്. പൗഡർ അല്ലെങ്കിൽ പേസ്റ്റ് ആയാലും മതി. അതിനുശേഷം ചില്ലി പൗഡർ, പെപ്പർ ആൻഡ് മല്ലിപ്പൊടി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ്. അത് ഓപ്ഷണലാണ്, വേണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ ടൊമാറ്റോ പ്യൂരെ ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ വരുന്നത് നമ്മുടെ ബേ ലീവ്സ് ആണ്. അതിനുശേഷം ഞാനിവിടെ ഒരു 3 സവാള ചെറുതായിട്ട് ഡൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് ഡൈസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാൻ മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്താൽ അത്രയും നല്ലത്. ദെൻ വരുന്നത് ഓറഞ്ച് സെസ്റ്റാണ്. അതായത് ഓറഞ്ചിൻ്റെ തോട് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇത് നമ്മുടെ കപ്സിക്ക് വളരെ ഒരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഇത്രയും വേണമെന്നില്ല, ഒരു വളരെ കുറച്ച് മതിയാവും. ഇനി വളരെ പ്രധാനമായിട്ട് ബസ്മതി റൈസാണ്. ഒരു 3 കപ്പ് ബസ്മതി റൈസ് 30 മിനിറ്റ്സ് നല്ല ചൂട് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് വേണം നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് നെയ്യാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നെയ്യുള്ളവർ നെയ്യ് യൂസ് ചെയ്തോളൂ. എന്നിട്ട് അത് നമ്മുടെ പാനിലെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടറെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ഡൈസ് ചെയ്ത് വെച്ചിരുന്ന സവാളയും ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യും. ആദ്യം തന്നെ സിനമൺ സ്റ്റിക്ക്, 2 സ്റ്റാർ അനീസ്, 3 ബേ ലീവ്സ്, ഏലക്ക, ഗ്രാമ്പൂ, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഏകദേശം 1/2 ടീസ്പൂണാണ്. നെക്സ്റ്റ് നമ്മുടെ ഗാർലിക് ഗ്രാന്യൂൾസ് ആണ്, പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ പാപ്രിക്ക 1 ടീസ്പൂൺ, സിനമൺ പൗഡർ 1 ടീസ്പൂൺ, നട്ട്മേഗ് പൗഡർ ഓപ്ഷണലാണ്, ഉള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി. അതും 1 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ നന്നായിട്ടൊരു മിക്സ് കൊടുക്കാം. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ടൊമാറ്റോ പ്യൂരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചിക്കൻ്റെ ഒരു സ്റ്റോക്ക് ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്, അതും ഓപ്ഷണലാണ്. പിന്നെ നമ്മുടെ ഉപ്പാണ്, 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. 900 ഗ്രാംസ് ചിക്കൻ തൈ ഫില്ലറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് ചിക്കൻ്റെ പീസസ് ചൂസ് ചെയ്യാവുന്നതാണ്. തൈസും ലെഗും വരുന്ന പീസാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ലെമൺ സിസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. സിട്രസി ഫ്ലേവർ ഒരുപാട് ഇഷ്ടമില്ലാത്തവർ 1 ടീസ്പൂൺ യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 20 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കുക്കായ ചിക്കൻ പീസസിനെ നമ്മളൊന്ന് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവൻ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യുക 200 ഡിഗ്രി സെൽഷ്യസിൽ. എന്നിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സ് ആണ് ഞാനിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് പാനിലും ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ 30 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്ന ബസ്മതി റൈസാണ്. 3 കപ്സ് ഓഫ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിൽ ഞാൻ വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ ലെമൺ സിസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സിട്രസി ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവർ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിന് ശേഷം 6 മുതൽ 7 മിനിറ്റ് വരെ നമ്മളിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. അരിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ മൂടി വെച്ച് 20 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. സോ ഇതിപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ റൈസ് ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും ഓവനിൽ നിന്ന് പുറത്തോട്ട് എടുത്തിട്ട് നമ്മുടെ കപ്സയുടെ സൈഡ് ഡിഷായ ഡക്കൂസ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിൽ അരമുറി സവാള, 2 തക്കാളി, ഒരു മുഴുവൻ നാരങ്ങ തൊലി കളഞ്ഞത്, 4-5 പച്ചമുളക്, കുറച്ച് മിൻറ്റ് ലീവ്സ്, 4-5 ഗാർലിക്ക്, 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മുടെ ഡക്കൂസും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കപ്സ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.